ഹായ് ഗൈസ്, എല്ലാവർക്കും അറിയാം എനിക്ക് ആനിമൽസിൻ്റെ കൂടി കുറച്ച് ക്രേസ് ജാസ്തിയാന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ന് പറയാൻ പോകുന്നത് ആനിമൽസിൻ്റെ കൂടി മാത്രമല്ല, ഫിഷിൻ്റെ കൂടിയും പ്ലാന്റ്സിൻ്റെ കൂടിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ടാറ്റു സ്റ്റുഡിയോയിലാണെന്നുള്ളത്. ഞാൻ ഇവിടെ ഒരു അക്വേറിയം ചെയ്തിട്ടുണ്ട്. ആ അക്വേറിയം എങ്ങനെയാണ് ചെയ്തതെന്നും പല ആൾക്കാർ എൻ്റെ കൂടി ഇവിടെ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നതാണ് ഈ അക്വേറിയം ചെയ്തു തരുമോ എന്നുള്ളത്. അതൊക്കെ നമുക്ക് നോക്കാൻ പോയാൽ ഞാൻ ഈ അക്വേറിയം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ടാറ്റു സ്റ്റുഡിയോയിലുള്ള ഞാൻ ഒട്ടുമിക്ക ടൈമും സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. കാരണം ഈ അക്വേറിയത്തിനെ കുറിച്ചിട്ട് തന്നെ ഇതിലേക്ക് നോക്കിയിരിക്കുന്ന തന്നെ ജസ്റ്റ് എന്താ പറയുക, നമുക്കൊരു തെറാപ്പിയാണ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അക്വേറിയം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഇത് മുന്നേ സെറ്റ് ചെയ്തത് ജസ്റ്റ് ഇവിടെ ഒരു ഫിൽട്രേഷൻ, ആ 3 പോർഷനിലും ഫിൽട്രേഷൻ, ജസ്റ്റ് ഫിൽട്ടറായിട്ട് വെള്ളം വരണം, ജസ്റ്റ് ഒരു റോക്കായിട്ടുള്ള നോർമൽ അക്വേറിയം. പിന്നെ അത് ഞാൻ പ്ലാന്റഡ് ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ കൂടെയുള്ള ഇഷ്ടവും കാര്യങ്ങളും കൊണ്ട് ഇതൊരു സുഖം ഉണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്ലാന്റഡ് ആക്കിയത്. ഇതൊക്കെ എൻ്റെ ഓരോ ഐഡിയാസാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ പ്ലാന്റഡ് ആക്കുന്ന നേരം ഇങ്ങനത്തെ ഒരു ഫിൽട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആ വെള്ളം വീഴുന്ന നേരത്തുള്ള ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറാലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വെച്ചത്. അതൊരു ഫീൽ തന്നെയാണ് നമുക്ക്, ആ വെള്ളം വീഴുന്ന സൗണ്ടും അതൊക്കെ. ഞാൻ പറയാമല്ലോ, ഓപ്പണായിട്ട് പറയാമല്ലോ, എനിക്കിതൊരു നമ്മളെ നാട്ടിലുണ്ട് ഒരു ചോമ്പാത്തോട് എന്ന് പറഞ്ഞൊരു തോട്. അപ്പോൾ അവിടെ നോക്കി നിൽക്കുന്ന നേരം ഞാൻ ചെറുപ്പത്തിൽ ഫിഷിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്ന മനുഷ്യനാണ്. അപ്പം എൻ്റെ മെയിൻ ഹോബി അതാണ്. അപ്പോൾ എനിക്ക് അവിടെ നോക്കി നിൽക്കുന്ന നേരത്ത് സ്വാഭാവികമായിട്ട് ആ ഒരു എക്കോ സിസ്റ്റം അതാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. വേറെ ഒന്നുമല്ല, ഞാനിവിടെ അഡീഷണലായിട്ട് CO2 കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയത് നമ്മളെ സ്വന്തം സന്ദീപ് ഏട്ടൻ്റെ അടുക്കാണ് തലശ്ശേരിയിൽ. ഞാൻ പുള്ളിയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു വിടാം കേട്ടോ. അപ്പം പുള്ളീനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒക്കെ കിട്ടും. പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് കാര്യങ്ങൾ ഇതൊക്കെ ഡെയിലി കാണുന്നവരെ നമുക്ക് തന്നെ ഒരു സുഖമാണ്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ പലതരം പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ സത്യം പറയാമല്ലോ, ഇതൊന്നും വാങ്ങിച്ചല്ല. ഓരോ വുഡ് പീസ് ഹോൾഡ് ചെയ്ത് അത് സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുത്തു കേട്ടോ. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റലൊക്കെ ഉണ്ട്. എനിക്ക് ചെറിയ അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട്. ഡെയിലി ഒന്ന് തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും. അപ്പം ഇതൊരു പാത്താണ്, ജസ്റ്റ് ഒരു പാത്ത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് എനിക്ക് ആ ഒരു ഇഷ്ടം അങ്ങനെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. പിന്നെ ഇതിൽ കംപ്ലീറ്റ് റെഡ് കളർ ഫിഷ് ഇതൊന്നും അല്ലായിരുന്നു ഞാൻ കോൺസെപ്റ്റ് ഉദ്ദേശിച്ചത്. 1 or 2 ഫിഷ് എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ കുട്ടികളായി ഇതിങ്ങനെ എന്താ പറയുക, പ്രസവിച്ച് കുട്ടികളാക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബ്ലഡി മേരി എന്ന് പറയുന്ന ചെറിയ സ്ട്രിമ്പുകളാണ്. സ്ട്രിമ്പുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ഇതിൻ്റെയും കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇഷ്ടംപോലെ മീനുണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളത്. പിന്നെ ടോപ്പ് പ്ലാന്റിനെ പറ്റിയിട്ട് പറയാം. ഇത് മുന്നേ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, ടോപ്പ് പ്ലാന്റ് എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഈ ടോപ്പ് പോർഷനിൽ ഞാൻ പറയാം. ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിൽട്ടർ സാൻഡിൽ തന്നെയാണ് ഇതൊക്കെ വളരുന്നതും കാര്യങ്ങളൊക്കെ. വലിയ കോസ്റ്റ് ഇതിന് ചിലവിട്ടില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെല്ലെ ചിലവിട്ടുകൊണ്ട് എനിക്ക് കോസ്റ്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. ഒരു മണി പ്ലാന്റ് ഉണ്ട്, ഇങ്ങനെ പോയിട്ട് സ്പീക്കറിൻ്റെ അടുക്കുന്ന ഞാനൊരു എന്താ പറയുക, ഒരു കമ്പി കൊണ്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് മുന്നോട്ടേക്ക് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അതൊരു സുഖം കാണേ. ഓക്കെ, അപ്പം ഞാൻ പറയാമല്ലോ, ഇതിൽ ഞാൻ യൂസ് ചെയ്തത്, ഞാൻ ഡയറക്റ്റ് എന്താ പറയുക, ആമസോൺ സോയിൽ എന്നൊക്കെ പറയുന്ന സാധനം വാങ്ങിയിട്ടിട്ട നേരത്ത് പ്ലാന്റിന് എനിക്ക് ഇത്ര വലിയ ഗ്രോത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ഗ്രോത്ത് കിട്ടുന്നതെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ കൂടി നോർമൽ നമ്മളുടെ പുഴിമണൽ പുഴയിലുള്ള അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് പ്ലാന്റ്സിന് ഇത്ര ഗ്രോ കിട്ടിയത്. കാരണം ഒരുപാട് പ്ലാന്റ്സ് നശിച്ചു പോയിനായിരുന്നു. പിന്നെ ഈ പ്ലാന്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്, നമ്മളുടെ സന്ദീപ് ഏട്ടൻ്റെ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ഓരോ പീസ് ഇങ്ങനെ സന്ദീപ് ഏട്ടനെ വിളിച്ച് പറയുമ്പോൾ കൊണ്ടുതരും. അതിങ്ങനെ ആദ്യം ചില സമയം ചീഞ്ഞു പോകും. അങ്ങനെ ഞാൻ കുറേ ഒന്ന് പോയി പിന്നെയും നട്ടു, പിന്നെയും പോയി, എന്നിട്ടൊക്കെയാണ് ഇതിലേക്ക് എത്തിയത്. പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് നട്ട നേരത്ത് ഫാസ്റ്റായിട്ട് ഗ്രോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി അതെ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുഴപ്പുഴി മിസ് ചെയ്ത നേരത്താണ് എനിക്ക് കുറച്ചും കൂടിയും ഗ്രോത്ത് കിട്ടിയത്. പിന്നെ ഞാൻ പറയുമല്ലോ, പിന്നെ നിങ്ങൾ ഈ ഒന്നാമത്തത്
ഈ ഫിഷിനായി കഴിഞ്ഞാലും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഓവർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയത് ഫിഷ് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുമായിരിക്കും, പക്ഷേ നമ്മളുടെ പ്ലാൻസോ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് നഷ്ടപ്പെട്ടു പോകും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് CO2 ഉപയോഗിച്ചിട്ടേ ഇല്ല. CO2 ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കാം, പക്ഷേ CO2 ഇല്ലാണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സന്ദീപേട്ടനെ കുറിച്ചിട്ട് പറയാലോ, പുള്ളിയോട് ഡയറക്റ്റ് ആയിട്ട് CO2 ഇല്ലാത്ത പ്ലാൻസ്, CO2ൻ്റെ പ്ലാൻസ് എല്ലാം അവൈലബിൾ ആണ്. ഞാൻ പുള്ളിയുടെ നമ്പർ താഴെ കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ സെറ്റ് ചെയ്ത് തരുമോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഇതൊന്ന് സക്സസ് ആയി കിട്ടിയത്. ആ ഗ്രോത്തും കാര്യങ്ങളും നിങ്ങൾക്ക് മേലെ പോയ മണി പ്ലാന്റ്സ് ഒക്കെ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ എനക്കും ഇത് പഠിക്കാനുള്ള ടൈമായിരുന്നു. അപ്പം ഞാൻ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ അത് എനക്കും ഒരു വിഷമമായിരിക്കും. ഇനി എനിക്ക് സക്സസ് ആവുന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അപ്പം ജസ്റ്റ് എനിക്ക് ടൈമുള്ള നേരത്ത് മാത്രം നിങ്ങൾ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. പിന്നെ നമുക്ക് ചെടിക്ക് വളമിടുന്ന പോലെ തന്നെ ഇത് ഫെർട്ടിലൈസറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ചെടിയുടെ ഗ്രോവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടോപ്പിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അധികം കോസ്റ്റ് ഇല്ലാത്ത ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ട്യൂബ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ലൈറ്റ് വേണം. ലൈറ്റ് ഉണ്ടെങ്കിലേ ഇത് ഗ്രോ ആകുന്നത് കണ്ടിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേലെ ഒരുപാട് മുന്നേ നട്ട നേരത്ത് ഈ ടൈപ്പിലൊന്നും ഗ്രോ കിട്ടിയിട്ടില്ല. പിന്നെ ലൈറ്റ് ഇട്ട നേരത്താണ് എനിക്ക് ഗ്രോ കിട്ടിയത്. പിന്നെ ഇതിൽ CO2 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CO2 യൂസ് ചെയ്യുന്നില്ല. CO2 ഇല്ലാണ്ട് തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ ഞാൻ പറയാലോ, ഈ പ്ലാന്റഡ് അക്വേറിയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിൽട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ എനക്കൊരു ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സുഖമൊക്കെ കിട്ടും. ആ സൗണ്ടിൻ്റെ ഒക്കെ ഒരു സുഖമുണ്ട്. അത് കുറച്ച് നേരം ഇതിൻ്റെ കൂടി സ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. എൻ്റെ ടാറ്റു സ്റ്റുഡിയോയിൽ വരുന്ന എല്ലാവരും ജസ്റ്റ് ഇത് കണ്ട് കുറേ നേരം നോക്കിയിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കാലത്തെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇത്. എന്നിട്ടാണ് ഞാൻ എന്താ പറയണ്ടേ, എല്ലാത്തിലും നോക്കി അങ്ങനെ പഠിക്കാതെ എനിക്ക് തന്നെ റിയലൈസ് ചെയ്തിട്ട് അത് പഠിക്കുന്ന നേരത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ അങ്ങനെയല്ലേ പഠിക്കുക. അപ്പം ഞാനങ്ങനെ പഠിച്ചിട്ട് എനിക്ക് സക്സസ് ആയി. പിന്നെ അത് ചെയ്യുന്ന നേരത്ത് നമുക്കറിയാമല്ലോ എങ്ങനെ ഏത് രീതി ചെയ്യാമെന്ന്. അങ്ങനെ സക്സസ് ആയിട്ട് അങ്ങ് പോയതാണ്. പിന്നെ അതാണ് ടോപ്പിലൊരു പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ടോപ്പിൽ വെക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ഏത് പ്ലാൻസും വെക്കാം. ഇത് മാത്രമല്ല, എന്താ പറയുക, പല ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും അത് ഞാനൊന്ന് ഐഡിയാസൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പം ഞാനിതിന് എന്താ പറയുക, മെയിനായിട്ട് ഞാൻ പറയാമല്ലോ, ഈ പറയുന്ന ആമസോൺ സോയിലൊന്നും എനിക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് വന്നില്ല. പക്ഷെ ഈ പുഴയിലുള്ള പുഴിയില്ലേ, പുഴിയെന്നാണോ മണലാണോ എന്നോ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. എനിക്കും എക്സാക്റ്റായിട്ട് ഓർമ്മയില്ല അത്. അപ്പം അത് ഉപയോഗിച്ചേർത്താണ് എനിക്ക് പിന്നെ ഈ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കിട്ടിയത് പ്ലാന്റ്സ്. അപ്പം ഇതാണ് എൻ്റെ പ്ലാന്റഡ് അക്വേറിയം. ഇനി ഇതേപോലത്തെ അക്വേറിയം സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു അക്വേറിയം എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു എക്കോസിസ്റ്റം ആ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ, നാട്ടിൽ ഞാൻ മെയിനായിട്ട് എനിക്ക് മീൻ പിടിക്കലൊക്കെയാണ് ഭയങ്കര ഇഷ്ടം, ഫിഷിങ്ങിനൊക്കെ. അപ്പം നാട്ടിലൊരു തോടുണ്ട്, ചോമ്പാത്തോട് എന്നാണ്. അതിലും ഇതേ ഒരു സിസ്റ്റമാണ്, ആ ഒരു എക്കോ സിസ്റ്റം, പ്ലാന്റ്സ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ആ ഫീല് എൻ്റെ ടാറ്റു സ്റ്റുഡിയോയിലും കൂടിയും വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്രിയേറ്റ് ഞാൻ ചെയ്തത്. ആ ചോമ്പാത്തോട് എന്ന് പറയുന്ന തോടാണ് കേട്ടോ ഞാൻ വരച്ചു വെച്ചത്. ഇത് കുറച്ച് കാലമായി. ഞാൻ പറഞ്ഞത് ഈ തോടാണ്. ഈ തോടിൽ നിന്നാണ് എനിക്ക് ആ ഫീല് കിട്ടിയത്. നമ്മളെ ചോമ്പാത്തോടാണിത്. അപ്പോൾ ഈ തോട്ടിൽ ഞാൻ ഈ ഒരു ഏരിയ അതിൻ്റെ ഉള്ളിലുണ്ട്, അവിടെ നിന്നാണ് ഫിഷൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചൊരു പിക്ചറാണിത് അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇവിടെ എന്താണോ ഉള്ളത്, ടോപ്പിൽ പ്ലാന്റ് ഉണ്ട്, എന്താ പറയുക, നടുക്ക് പ്ലാന്റ് ഉണ്ട്, വെള്ളത്തിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ഉണ്ട്. ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കിയത്. കാരണം ഇവിടെ എൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഫിഷിങ്ങിൻ്റെതായ കുറേ സ്റ്റോറീസ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ടാറ്റു സ്റ്റുഡിയോയിൽ തൂക്കിയൊരു പിക്ചറാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. സന്ദീപേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ പ്ലാന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ മതി. CO2 ഉള്ള പ്ലാന്റ് ആണോ CO2 ഇല്ലാത്ത പ്ലാന്റ്, എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ബൈ ബൈ.